നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? പ്രവർത്തിക്കുന്ന ഒരു വേദി. രണ്ടുപേരുണ്ട്. സെക്കൻഡ് പ്ലേസ് ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഇതാ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വർഷത്തെ 2024 ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ വർഷമെങ്കിലും ഫുള്ളും എനിക്ക് വീഡിയോ ഇടാൻ പറ്റണം എന്ന് ആഗ്രഹത്തോടെയാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാണ്. പക്ഷെ ന്യൂ ഇയറിന്റെ തലേന്ന് നമ്മുടെ റെസിഡൻസിന്റെ വക ആനുവൽ ഡേ പ്രോഗ്രാം കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇത് നമ്മുടെ റെസിഡൻസിന്റെ വക ഫുൾ സെലിബ്രേഷന് വേണ്ടിയിട്ടെല്ലാം ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കല്യാണ പന്തൽ പോലെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വാക്ക് നമ്മുടെ റെസിഡൻസിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും. സത്യത്തിൽ ഇതുപോലെ ഒരു അയൽപ്പക്കവും അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻസ് കൂട്ടായ്മയൊക്കെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിവിടെ 4 വർഷമായിട്ട് താമസിക്കുകയാണ്. അൽഹംദുലില്ലാ പഠിച്ചവൻ അനുഗ്രഹിച്ച് ഇതുവരെയ്ക്കും വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ലൊരു രീതിയിലാണ്. നല്ല അയൽപ്പക്കങ്ങളാണ്. മുഖത്തോടി മുഖം നോക്കി നമുക്കൊരു പോസിറ്റീവ് വൈബ് തരാൻ പറ്റുന്ന ഒരുപാട് അയൽപ്പക്കങ്ങളും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല സഹകരിച്ച് പോണ ആൾക്കാരുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു വാടകക്കാരെ അടുത്ത് പോലും നല്ല രീതിയിലാണ് അവർ പെരുമാറാറുള്ളത്. എല്ലാവരും സഹോദരങ്ങളും അതുപോലെ തന്നെ ഒരു കുടുംബം പോലെയാണ് ഈ ഒരു ആനുവൽ ഡേ. എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ആനുവൽ ഡേ പ്രോഗ്രാം. ഇതിനു മുമ്പിട്ട് ഓണമല്ലല്ലോ, നമ്മുടെ വേറൊരു സെലിബ്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്താണ് കൊറോണയ്ക്ക് ശേഷം ഒരു ഫംഗ്ഷനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്മസും അതുപോലെ തന്നെ ഒരു നോമ്പ് സമയത്തും ഒരു പ്രോഗ്രാം. പക്ഷെ അതൊന്നും ഇത്രയും ആഡംബരമില്ലായിരുന്നു. പക്ഷെ ഇത് റിയലി ആനുവൽ ഡേ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ കുറേ ഗെയിമിങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം കുട്ടികളെയും വലിയവരെയൊക്കെ ലെമൺ ആൻഡ് സ്പൂൺ പ്രോഗ്രാം ഒക്കെ കോണ്ടാക്ട് ചെയ്ത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഗെയിംസ് ഒക്കെ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് നാളായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും വീഡിയോ കണ്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റിലും കൂടെ അറിയിക്കാം. Checking out you haters got bad news. Real dog know I got an attitude. Too much talking in the chat room. Painting you boys like a tattoo. Thinking you step in the game and run up to me. Oh no, that's a bad move. Ay. Doing whatever I want. The team on my back do it like I had to. Ay. Out of my way. Yeah, I'm tryna be great. Yeah, I feel amazing. Yeah, that you think you brave. Yeah, that could get dangerous. Stay out of my way. Yeah, just talking to the greatest. What it feel like? Yeah, show you what to do with the spotlight. Yeah, move like a pro. Yeah, that's what it look like. Yeah, I got control, know how to do it right. Can't find a way. Whatever you do, I'ma send it right back. You ain't even putting in the work like that. We ain't on the same field, we ain't on the same track. No, not today. Got the whole squad and we about to turn up. If it ain't raw, then it probably ain't us. Only giving out L's, we ain't giving up. Yeah, out of my way. Yeah, I'm tryna be great. Yeah, I feel amazing. Yeah, that you think you brave. Yeah, that could get dangerous. Stay out of my way. Yeah, just
അങ്ങനെ ലെമൺ ആൻഡ് സ്പൂണും മ്യൂസിക്കൽ ചെയറും 3 വിഭാഗക്കാർക്ക്, അഥവാ ആണുങ്ങളും കുട്ടികളും പിന്നെ സ്ത്രീകളും, അങ്ങനെയാണ് 3ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി സുന്ദരിക്ക് പൊട്ടുതൊടലും സൂചിക്ക് നൂല് കോർക്കലും ഫില്ലിംഗ് ദ ബോട്ടിലും കുട്ടികൾക്കുള്ള ഓട്ട മത്സരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ 2 പ്രോഗ്രാം ഇതിൽ ക്യാൻസൽ ചെയ്തിട്ട് ടൈം ഇല്ലാത്തത് കാരണം നമുക്ക് അസർ നിസ്കരിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 6:30 സ്റ്റേജിൽ വേറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, ചീഫ് ഗസ്റ്റൊക്കെ വരാനുണ്ട്. അങ്ങനെ ഇതാ സുന്ദരിക്ക് പൊട്ടുതൊടൽ ഓരോരുത്തരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ഫണ്ണായിട്ടാണ് ആ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസകരമായിരുന്നു. അങ്ങനെ സുന്ദരിക്ക് പൊട്ടുതൊടലിന് ഫസ്റ്റ് കിട്ടിയത് ആരാണെന്ന് ചോദിച്ചാൽ അതെനിക്കായിരുന്നു കിട്ടിയിരുന്നത്. അതിൽ കോമ്പറ്റീറ്റർ എല്ലാവരും ഒരുമിച്ചായിരുന്നു, കുട്ടികൾ അങ്ങനെയൊന്നുമില്ല. ആരാണോ സുന്ദരിക്ക് പൊട്ടുതൊടൽ അവർക്കായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും പ്രൈസ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നിൽക്കുന്നത് സൂചിക്ക് നൂൽ കോർക്കലാണ്. അങ്ങനെ മാക്സിമം ഞാൻ തന്നെ ഫസ്റ്റ് എടുക്കുമെന്നുള്ള ഒരു കോൺഫിഡൻറ്റിലൊക്കെ സൂചിക്ക് നൂല് കോർത്ത് ഇങ്ങനെ വരുമ്പോഴാണ് അവിടെ മറ്റൊരു ചേച്ചി ഓടിപ്പോയി പെട്ടെന്ന് കയറിയത്. അങ്ങനെ എനിക്കതിന് സെക്കൻഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല പ്രോഗ്രാംസിനും പലർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്കും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഇതാ ഫണ്ണായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 4:30 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോവും. അങ്ങനെ ഒരു 6-6:30 മണിയായി. ആ സമയത്ത് തന്നെ അനൗൺസ് ചെയ്തിരുന്നു എല്ലാവരും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വരിക, നമ്മുടെ പരിപാടി തുടങ്ങുന്നതാണ് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ ഹാജരായ പരിപാടിക്ക് വേണ്ടി ഒന്ന് റെഡിയാക്കി കൊണ്ടുവരികയായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ ഒരു 7-7:30 മണിയൊക്കെ ആയി. ഞാൻ വന്നതിന് ശേഷം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണിത്. ഞാൻ വന്ന സമയത്ത് അവിടെ വാർഡ് കൗൺസിലറും കൂടെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു. റെസിഡൻസിൻ്റെ കൂടെ തന്നെ ഇതാ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള സിനി സീരിയൽ ആക്ടർ സജി ചാക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കുറച്ചു നേരം നമ്മുടെ റെസിഡൻസിനെ കുറിച്ചും അതിൻ്റെ കൂട്ടായ്മയെ കുറിച്ചൊക്കെ കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒരു നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതിനു മുമ്പായിട്ട് കുറച്ച് റെസിഡൻസിൻ്റെ വക ചർച്ചയും പിന്നെ പുതിയ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ രൂപീകരിക്കുന്ന ആ ഒരു വർത്തമാനങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8 മണി വരെ അവിടെ ഈ ഒരു പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പ്രൈസ്. ഇത് ആദ്യം 2 കുട്ടികൾക്ക് അവരെ പഠിത്തത്തിൻ്റെ A+, 10th A+ എടുത്ത കുട്ടിയാണ് സനദ എന്ന് പറഞ്ഞ ഈ കുട്ടി. അപ്പോൾ അവർക്ക് പൊന്നാടയും കൂടെ തന്നെ ട്രോഫിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടറേറ്റ് എടുത്ത വേറൊരു മോനും ഉണ്ടായിരുന്നു, അവനക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവരെ ചർച്ചകളൊക്കെ, പിന്നെ നമ്മുടെ ഗെയിം കഴിഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഫുൾ ഗിഫ്റ്റൊക്കെ എല്ലാവർക്കും പ്രൈസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ സൂചിക്ക് നൂൽ കോർക്കലിൽ സെക്കൻഡും സുന്ദരിക്ക് പൊട്ടുതൊടലിൽ ആദ്യവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പ്രൈസ്. അങ്ങനെ ബാക്കിയുള്ളവർക്കും അതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. കാര്യം നല്ല ഫുഡായിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റെസിഡൻസിൽ എല്ലായിടത്തും ചോദിച്ചപ്പോൾ ആരും ആ സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല എന്നാണ്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഒരു റെസിഡൻസിലും ഇതുപോലെ കൊടുക്കില്ല എന്നാണ്. നല്ല രുചിയുള്ള ഭക്ഷണമാണ്. അതുകൂടാതെ പൊറോട്ട, ഇടിയപ്പം, പിന്നെ പൊറട്ടി, പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി എല്ലാം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം എത്ര എടുത്ത് കഴിച്ചാലും മതിയാവില്ല, അത്രത്തോളം നമുക്ക് ഐസ്ക്രീം വിളമ്പി തന്നിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ മഫിനോസിൻ്റെ നല്ലൊരു ഡേറ്റ്സ് കേക്ക്. അതും ഒന്നും ഇങ്ങനെ ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആയിട്ടാണ് എല്ലാവർക്കും തന്നത്. പിന്നെ ഫുഡൊക്കെ ബാക്കി വന്ന സമയത്ത് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയില്ല, എല്ലാം എല്ലാവർക്കും ആവശ്യത്തിന് അധികം എടുത്ത് കഴിക്കാമെന്നോ. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ, വീട്ടിൽ പോലും ഇങ്ങനെ ആയിരിക്കൂല, പക്ഷെ നല്ല രീതിയിൽ നല്ലൊരു പെരുമാറ്റമായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ പൊക്കി പറയല്ല, കാര്യം നടന്നതുപോലെ പറയലാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എൻ്റെ മനസ്സിന് നല്ല തൃപ്തി ഉണ്ടായിരുന്നു. ഈ ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു മനസ്സ് തൃപ്തിയോടെയാണ് ആ ഒരു ന്യൂ ഇയർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഹാജറയുടെ ഡാൻസ് ഉണ്ട്, പിന്നെ ഒരുപാട് പേര് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഹാജറയുടെ പാട്ടുണ്ട്, പിന്നെ ഫൈനലി നമ്മുടെ പാട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് കാണുക. എന്തായാലും
രസകരമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിത് ഇടുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻ കാണും, ഇവർക്ക് എന്ത് കിട്ടിയാലും കണ്ടന്റ് ആണല്ലോ എന്നുള്ള ഒരിത്. അങ്ങനെയല്ല, ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തതും ഒരു യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടും മുൻ വന്നത്. അവരിങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് ഓക്കെ എന്ന് പറഞ്ഞത്. അല്ലാതെ എൻ്റെ അടുത്ത് ഞാൻ തനിയെ ഇങ്ങനെ ഇടാൻ വേണ്ടി തയ്യാറേ അല്ലായിരുന്നു. ഞാനങ്ങനെ യൂട്യൂബിൽ ഇടാൻ ഒരു രീതിയിലും ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്ത് ഇട്ടുകൂടാത്തത്, ഫാത്തിമ ഇട്ടോ, ഫാത്തിമക്ക് നല്ലൊരു കണ്ടന്റാണ്, നമുക്കത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിതൊന്ന് ഷൂട്ട് ചെയ്തിട്ടത്. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം ക്ലാരിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ ഹാജറയുടെ പരിപാടി തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനി അതൊക്കെ കണ്ടിട്ട് വരാം. സാറേ രമേശ് സാറേ സൈഡ് നില്ല कभी दूर तो न जाए तेरे बिना हो जीना वो तारे लोगों हिंदी और मलयाले. ഇത് ഹാജറയുടെ ഡാൻസ് പെർഫോമൻസ് ആണ്. ഇതിൻ്റെ സോങ് എനിക്കിതിലിടാൻ പറ്റൂല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സോങ് എനിക്കിതിൽ നിന്ന് മാറ്റേണ്ടി വന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു വിശേഷം. അപ്പോൾ നല്ലൊരു അടിപൊളി ലാസ്റ്റ് ദിവസമായിരുന്നു ഈ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസം. കാര്യം നമുക്ക് വിഷമം ഒരുപാട് ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ചേർന്നതാണ് ജീവിതം. എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്ന സമയത്ത് നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാവണം എൻജോയ് ചെയ്യാൻ. ആ ഒരു തരത്തിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടിയാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കല്ലേ. ആകെ ഒരു ലൈഫേ ഉള്ളൂ. ആ ഒരു ലൈഫിൽ മറ്റുള്ളവർക്ക് വേണ്ടിയെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നതെക്കാളും നമ്മുടെ സന്തോഷം എന്താണോ എന്ന് കണ്ടെത്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. ഡാൻസ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കുറച്ചുകൂടെ കാണണം എന്ന് ആഗ്രഹിച്ചത് എന്നുള്ളതും എനിക്കറിയാം. എന്തായാലും അതെനിക്ക് അങ്ങനെ കേട്ടപ്പോൾ എനിക്കും തോന്നി കുറച്ചുകൂടി ആവാമായിരുന്നു എന്ന്. എന്തായാലും ചെറുതായിപ്പോയി. എന്തായാലും നെക്സ്റ്റ് ടൈം നന്നായിട്ട് നമുക്ക് ഒരു വലിയ രീതിയിൽ നമുക്കൊക്കെ പെർഫോമൻസ് കൊണ്ടുവരാം. എനിക്ക് ഈ പ്രാവശ്യം ഒരു ഐഡിയ ഇല്ല, കാര്യം ഞാൻ അങ്ങനെ ഒന്നും മോളെ ഡാൻസ് ഒന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമല്ല. പക്ഷെ പിള്ളേരാണല്ലോ, അവർ ഒരു പ്രാവശ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ടീമൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തന്നെ ലാസ്റ്റ് സെക്കൻഡിൽ അവൾ വന്നത് തന്നെ ഭാഗ്യം. അടുത്തത് ഇതാ ഹാജറയുടെ പാട്ട് പെർഫോമൻസ് ആണ്. شافع يا رسول الله بأمي وأبي
അങ്ങനെ എല്ലാവരും പരിപാടികൾ കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നത്. ലേഡീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് സോങ് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാട്ടുകളുടെ റീമിക്സ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഴയ പാട്ടാണ് ഞാനൊക്കെ ആദ്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ എനിക്ക് പഴയ മലയാള പാട്ടുകളൊന്നും എനിക്ക് അധികം അറിഞ്ഞുകൂടാ. അങ്ങനെ പഴയ നല്ല ഹിറ്റുള്ള നല്ല സോങ്സ് ആണ് അവരൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ പാടി ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും മനസ്സൊന്ന് റിലാക്സ് ആവാനും കൂടിയിട്ടാണ്. അങ്ങനെ ഈ വർഷത്തെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ടുണ്ടായിട്ട് 2023 ഡിസംബർ 31 അങ്ങനെ അവസാനിക്കുകയായിരുന്നു. പിന്നെ പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ വർഷം നന്നായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അള്ളാഹു എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹം എല്ലാവർക്കും തരട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അതുപോലുള്ള അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിഷമങ്ങളൊക്കെ ഒരുപാട് മറന്ന് മനസ്സ് തുറന്ന് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.